ഹലോ, ഇന്ന് നമ്മളൊരു പ്രത്യേക ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ഒരു തിടമ്പ് എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. ഇന്ന് നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ അലങ്കാരമായിട്ട് തിടമ്പുകളും നെറ്റിപ്പട്ടങ്ങളും ഒക്കെ ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. ഒരു ട്രഡീഷണൽ ഭംഗിയോടൊപ്പം അകത്തളങ്ങൾ മനോഹരമാക്കാൻ ഞാനിപ്പോൾ 1 ഫീറ്റ് നീളമുള്ള ഒരു തിടമ്പ് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിൽ നിന്നും നമുക്ക് തിടമ്പ് നിർമ്മിക്കാനുള്ള സാധനങ്ങളും കിറ്റായിട്ട് ലഭിക്കും. ഇതിനാവശ്യം വേണ്ട സാധനങ്ങൾ: ഒരു കാർഡ്ബോർഡ് വേണം, ചുവന്ന പട്ട് വേണം, ഫെവി ബോണ്ടിൻ്റെ ഒരു ഗം വേണം, പിന്നെ തിടമ്പിൻ്റെ കിറ്റും. ഇനി എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ആദ്യം തിടമ്പിൻ്റെ ഫ്രെയിമിൻ്റെ സൈസിനേക്കാൾ കുറച്ച് കൂടുതൽ വീതിയിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ ഫെവി ബോണ്ട് ഉപയോഗിച്ച് പട്ട് നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മുടെ ഫെവി ബോണ്ടിൻ്റെ ആ പശ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതലായാൽ അത് പട്ടിൽ പാടുകൾ ഉണ്ടാകാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. ഇനി അതിന് ശേഷം ഫ്രെയിം പട്ടിന് മുകളിൽ കൃത്യമായിട്ട് ഒട്ടിക്കുക. ഫ്രെയിമിന് നടുക്കായി താഴെ പ്രഭ ഒട്ടിക്കണം. അതിന് ചുറ്റും വൃത്തിയായിട്ട് നാഗപടങ്ങൾ ഒട്ടിക്കണം. ഇനി ഒരേ ഗ്യാപ്പിലും നേരെയും നമ്മളിത് ഒട്ടിക്കാനായിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചാണ് ചെയ്യാനുള്ളത്. ഇനി പൂക്കളാണ് ഒട്ടിക്കേണ്ടത്. പൂക്കൾ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് മോൾഡാണോ ആ മോൾഡിൻ്റെ സൈസ് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള മോൾഡ് അതിൽ വയ്ക്കണം. അപ്പോൾ അതനുസരിച്ചുള്ള പൂക്കൾ അറേഞ്ച് ചെയ്ത് വേണം വയ്ക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഏത് മോൾഡാണോ നമ്മൾ ഉദ്ദേശിച്ച് വരുന്നത്, അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ഇതാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രെയിമിന് ചുറ്റുമായിട്ട് നമ്മൾ നൂല് കെട്ടണം. അതിനായിട്ട് ആദ്യമേ അളവനുസരിച്ച് ചെയ്ത് വച്ചിരിക്കുന്ന നൂലെടുത്ത് കൃത്യമായിട്ട് ഒട്ടിക്കണം. ഇനി പ്രധാന ആകർഷണമായ കുട കൃത്യമായി ഒട്ടിക്കുന്നതാണ്. അതിനായിട്ട് ഒരു ചെറിയ സ്കെയിലിൻ്റെ സൈസിലുള്ള തടിക്കഷ്ണം എടുത്തിട്ട് അത് പട്ട് ചുറ്റി നമ്മുടെ ഫ്രെയിമിന് പുറകിൽ ഫിക്സ് ചെയ്യണം. എന്നിട്ട് ഓരോ കുടയായി കൃത്യമായി ഒട്ടിച്ച് ചേർക്കണം. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ട്രഡീഷണൽ ഡെക്കറേഷനാണ് തിടമ്പ് നിർമ്മാണം. നമ്മുടെ ഇഷ്ടാനുസരണം ഏത് മോൾഡ് വേണമെങ്കിലും നമുക്കിതിൽ വയ്ക്കാം. ഞാൻ ശ്രീകൃഷ്ണനെയും സരസ്വതി ദേവിയും ഒക്കെ വെച്ചിട്ടുണ്ട്. അവസാനം ഞാൻ വീട്ടിലാണിത് ഉപയോഗിക്കുന്നത് വെച്ച് ഞാനൊരു ഓമിൽ അത് ഒതുക്കിയിട്ടുണ്ട്. ഇനി വീടുകൾ മനോഹരമാക്കാനും നമ്മുടെ പാരമ്പര്യ ശൈലി നിലനിർത്താനും ഇത്തരം നിർമ്മാണ സാധനങ്ങൾ നമ്മളെ ഒരുപാട് സഹായിക്കാറുണ്ട്. അപ്പം ഇതിന് ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക. കസ്റ്റമൈസ് രീതിയിൽ ചെയ്തു തരുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, ലൈക്ക് തരണം, കമൻറ്റ് തരണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു.